പുരുഷാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള സമൂഹം. അതിൽ സ്ത്രീകളും ഭാഗമാണ്. മീറ്റു എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ നല്ലതാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പറയുന്ന ഒരു കാര്യം അത് പക്ഷേ ജെന്യൂൻ ആയിരിക്കണം എന്നുള്ളതാണ്. ജഹന ഫാത്തിമയുടെ പോക്സോ കേസ്, അത് പോക്സോ കേസ് അല്ലെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. ബി.എഡിന് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഷോൾ ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഷോൾ ഇടാൻ പറ്റൂല, കാരണം എനിക്ക് ഷോൾ ഇടാൻ താല്പര്യമില്ല. കാരണം ഷോൾ ഇട്ടുകൊണ്ട് കോളേജിൽ പോയി, അതായത് ഈ ബസ്സിൽ നിന്നൊക്കെ വലിച്ച് ഇങ്ങനെ എനിക്ക് പോകാൻ, പിന്നെ ചൂട്, എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഷോൾ ഒരു അധിക ഭാരമായിട്ട് തോന്നേ. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ഇപ്പോൾ പലയിടത്തായി പല ചർച്ചകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല? ഒരു സ്ത്രീക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല? ഇന്ന് സിൽക്ക് സ്മിതയെ നമ്മൾ ഉദാഹരണം കാണിച്ചു. ഇന്നത്തെ തലമുറയിൽ വരുന്ന ഒരുപാട് ചലച്ചിത്ര താരങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് ഇതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് അവർക്ക് തിരിഞ്ഞു നടന്നുകൂടാ? അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ സിൽക്ക് സ്മിതയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ സിൽക്ക് സ്മിതയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സിൽക്ക് സ്മിതയ്ക്ക് അത് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഓരോ ഇപ്പം തമന്ന വലിയ പാട്ട് കളിച്ചു, അവർക്കത് അങ്ങനെ പോർട്രേ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അവർക്ക് കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ വരുന്നു. അത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ പിന്നെ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആർട്ടെന്ന് പറയുന്ന രീതിയിൽ അതിലൊരു ആർട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു പെണ്ണുങ്ങളെ സെക്സിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ തമനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തമനയ്ക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്, എന്നോടാണ് അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഞാൻ അതിന് നിന്ന് കൊടുക്കൂല. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ ഇപ്പം അവർക്കത് പ്രോബ്ലം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഓരോ ആൾക്കാരെ ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മളൊരു നോർമലായിട്ട് നോക്കുമ്പം പെണ്ണുങ്ങളെ സെക്സിഫൈ ചെയ്ത് കാണിക്കുന്നത് ഇപ്പം പണ്ടത്തെ സിനിമയൊക്കെ നോക്കുവാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് വളരെ കുറച്ച് റോളായിരിക്കും. സ്ത്രീപക്ഷ സിനിമകൾ ഉണ്ടാവില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നേവൽ കാണിക്കാൻ വേണ്ടിയുള്ള മാത്രം ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യവതികളായിട്ടുള്ള ഭയങ്കര മെലിഞ്ഞ നീളമുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്കും ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഹൗ ഓൾഡ് ആർ യു, അതിനകത്തൊക്കെ സ്ത്രീകൾ നമ്മൾ ഷോ പീസ് അല്ല, നമുക്കൊരു ആത്മാവും നമുക്കൊരു കഥകളും ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു കോമൺ സെൻസിലൂടെ മനസ്സിലാക്കേണ്ട വ്യത്യാസമാണ്. മോസ്റ്റ് ഓഫ് തിങ്സ് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എങ്ങനെ? നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അത് ഈ പാട്രിയാർക്കി, അത് ആ പാട്രിയാർക്കൽ ആയിട്ടുള്ള അതെ സമൂഹം ആയതുകൊണ്ടാണ്. ഇപ്പൊ പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ പുരുഷാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള സമൂഹം. അതിൽ സ്ത്രീകളും ഭാഗമാണ്. പക്ഷെ ഇതിലൊക്കെ ഉൾക്കൊണ്ട് നിന്നാലേ നമുക്കും ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കുറേയൊക്കെ. മനസ്സിലായി? ഇപ്പം നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല. ഈ പാട്രിയാർക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ശബ്ദിക്കുന്ന ആൾക്കാരെ അത്രയും രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും അതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്കിതൊരു സൈബർ ബുള്ളിങ് ഭയങ്കര രീതി വന്നു. അപ്പം എന്നോട് ഒരാൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു കേസ് കൊടുക്കണം. ഇപ്പം നീയല്ല വേറൊരു പെൺകുട്ടിയാണെങ്കിൽ വേണം ചിലപ്പോൾ പോയി ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ നമ്മളിത് കുറേ കാലമായിട്ട് ഈ സൈബർ ബുള്ളിങ് ഏറ്റെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ശീലമായ പോലെയായി. പക്ഷേ ഈ പാട്രിയാർക്കിക്ക് എതിരെ പറയുന്ന പെൺകുട്ടികൾ, ഇപ്പം മസ്താനിയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. അവർ പറഞ്ഞ പാട് തന്നെ അവർക്കാണ് അവരുടെ അനുഭവം പറഞ്ഞ പാട് ഒരുപാട് ബുള്ളിങ് അവർക്കെതിരെ വന്നേ. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭയം അത് പേടിച്ചിട്ടായിരിക്കും ഇപ്പം ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് വരാത്ത. പക്ഷെ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി പെണ്ണുങ്ങൾ പുറത്തേക്ക് വരുന്നില്ലേ ഈ സോഷ്യൽ മീഡിയയും അതൊക്കെ. മീറ്റു എന്ന് പറയുന്നൊരു ഇടയ്ക്കൊരു സംഭവം വലിയ വിവാദമായിരുന്നു. ഇപ്പോഴും അത് പല ചലച്ചിത്ര താരങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നായി മീറ്റു മാറിക്കഴിഞ്ഞു. മീറ്റു പോലുള്ളത് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തിനാണ് മീറ്റു എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ നല്ലതാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പറയുന്ന ഒരു കാര്യം അത് പക്ഷേ ജെന്യൂൻ ആയിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് മീറ്റു ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ള സംശയം എല്ലാവർക്കും വരുന്നത്. ഇപ്പോൾ ഒരാൾ ഇതിൻ്റെ ഇത്രേ ഉള്ളൂ, ഒരാൾ നമ്മളെ സെക്ഷലി അബ്യൂസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെന്താ അന്ന് പറയാത്തതെന്ന്. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം. 10 കൊല്ലം മുന്നേ നടന്നതാണ്. അപ്പം 10 കൊല്ലം മുന്നേ നടന്നാണെങ്കിൽ അന്നേരം അവർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്ന് അതിനുള്ള മീഡിയാസ് ഉണ്ടാവില്ല. അതന്ന് ഇന്ന് ചിലപ്പോൾ അയാൾ വലിയൊരു പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്, ഒരു സിനിമ ഡയറക്ടറോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു അക്കാദമിയുടെ ചെയർമാൻ
ചെയർമാൻ അങ്ങനെ എന്തെങ്കിലും വലിയൊരു സ്ഥാനത്തായിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പം അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇത്രയും രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അബ്യൂസ് ചെയ്തിട്ട് ഒരുത്തൻ അവിടെ കയറിയിരിക്കുന്നു. അങ്ങനെ അവർ ആ രോക്ഷ സഹിക്ക വയ്യാതെ അയാൾക്കെതിരെ പറയുന്നു. അതാണൊരു മീറ്റു. അതായത് നമ്മളെ എന്താ പറയുക, നമ്മളൊരാളെ തുറന്ന് കാണിക്കുന്നു, അയാളുടെ റിയൽ ആയിട്ടുള്ള മുഖം തുറന്ന് കാണിക്കുന്നു. പക്ഷേ ഈ മീറ്റു ആണെങ്കിലും പോക്സോ കേസ് ആണെങ്കിലും എന്താണേലും അത് കുറേ ആൾക്കാരെ എന്താ പറയുക കരിവാരിത്തേക്കാൻ വേണ്ടി, ആ വാക്കൊന്നും ശരിയല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് കരിവാരിത്തേക്കുന്നത്, കുറേ ആൾക്കാരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ആ മീറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനെ പറയാറുണ്ട്. ഈ മീറ്റു ഇപ്പം ചില സത്യമാണോ മോശമാണോ എന്നൊക്കെ ഇപ്പം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ജെന്യുവിൻ അല്ലാത്തതെന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് വരാറുണ്ട്. അത് അതായത് ഈ മീറ്റുവിൻ്റെ പേരിൽ വേറെ കാര്യങ്ങളൊക്കെ, അതായത് വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അത് ശരിക്കും നല്ലൊരു സംഭവമാണ്. പെൺകുട്ടികൾ അപ്പോൾ നമുക്കിപ്പോൾ ഒരാളെ പറ്റി ഒരു ചൂഷകനാണെന്ന് പറയുവാണെങ്കിൽ അയാളെ നമുക്ക് കരുതിയിരിക്കാൻ വേണ്ടി പറ്റും. ഇന്നയാൾ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ഫിലിം ഡിസ്കഷന് വേണ്ടി ഒരാൾ വിളിച്ചു, അപ്പോൾ നമുക്ക് വേണം ഒരാളെ കൂടെ കൂട്ടിയിട്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും അയാളുടെ അടുത്തേക്ക്. പക്ഷേ ഇതിപ്പോൾ ഫാൾസ് ആയിട്ടും കുറേയൊക്കെ വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ ഫ്രണ്ട് സർക്കിളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോൾസ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പലരും പറയുന്നത് അങ്ങനെയാണ്. പല സ്ഥലത്ത് ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും പറഞ്ഞ് ആ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു, ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അവിടെ വെച്ച് പീഡിപ്പിച്ചു. എന്തിന് സ്ത്രീകൾ ഇതിന് നിന്നു കൊടുക്കണം? ഒരു തവണ സംഭവിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലാവില്ലേ ഇത് തന്നെ പറ്റിക്കലാണ്, പച്ച മലയാള ഭാഷ പറഞ്ഞ തേപ്പാണ് എന്ന് തുടക്കത്തിലെ മനസ്സിലാവുന്നു. വീണ്ടും ഫ്ലാറ്റുകളിലേക്കും അയാൾ വിളിക്കുന്ന ഹോട്ടലുകളിലേക്കും പോകണം. അതാണ് അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ആൾക്കാർ തെളിവ് സഹിതം പുറത്തേക്ക് വിടുമ്പോഴാണ് ഈ മീറ്റുവിൻ്റെ ക്രെഡിബിലിറ്റി തകരുന്നത്. അങ്ങനെ ഫേക്കായിട്ട് മീറ്റു വിളിക്കുമ്പോഴാണെങ്കിലും പോക്സോ കേസ് വിളിക്കുമ്പോഴാണെങ്കിലും പിന്നീട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇര വന്ന് പറയുവാണ്, അതിനെപ്പറ്റി ഒരു അതിജീവിതം വന്ന് പറയുവാണ്. റിയൽ ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ റേപ്പിന് വിക്ടിം അതിജീവിതം വന്ന് പറയുകയാണ്, എന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും അവരാരും വിശ്വസിക്കാത്തൊരവസ്ഥ വരും. അപ്പം ആൾക്കാർ ഇത് സ്വന്തം ബെനിഫിറ്റിന് യൂസ് ചെയ്യാതെ റിയൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഇപ്പോൾ പോക്സോ കേസ് അങ്ങനെ ഒരുപാടില്ല. ഇപ്പം കുറേ അധ്യാപകർക്കെതിരെയൊക്കെ ഇപ്പൊ എനിക്കെതിരെ പോക്സോ കേസ് കൊടുക്കുമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തന്നെയുള്ള ഒരു കാരണം അതെ. എനിക്ക് പേടിയായിപ്പോയി, എനിക്കെതിരെ ഫേക്ക് പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകും. കാരണം പ്രത്യേകിച്ച് എൻ്റെ പേരും കൂടെ ഉള്ളതുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ എന്നൊക്കെ പറയുമ്പോൾ, കാരണം ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞാൻ വേറെ ഇതുപോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു വേറൊരു അധ്യാപകനെതിരെ അതുമായി അങ്ങനെ ഒരു പോക്സോ കേസൊക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോക്സോ കേസൊക്കെ പിന്നെ ഡയറക്റ്റ് റിമാൻഡാണ് 90 ദിവസത്തേക്ക്. നമുക്ക് പിന്നെ ഒന്നും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ അതുപോലെ രഹന ഫാത്തിമയുടെ പോക്സോ കേസ്. അത് പോക്സോ കേസല്ലെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ എന്തൊക്കെയാണ് പോക്സോ കേസാന്ന് പറഞ്ഞു. എനിക്ക് ആ കുട്ടീനെയൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്, അവരുടെ മകനെയൊക്കെ. അത് പോക്സോ കേസല്ല, അവരെ ചൈൽഡിനെ പീഡിപ്പിക്കുകയോ ഒന്നും അല്ല ചെയ്തത്, അവരൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ നടത്തുകയാണ് ചെയ്തത്. അത് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു. പക്ഷെ അതും ഈ രഹന ഫാത്തിമയ്ക്കെതിരെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്തത്. അങ്ങനെ ഈ പോക്സോ കേസുകളും അതുപോലെ തന്നെ ഒരു അമ്മയ്ക്കെതിരെ ഒരു കുട്ടീനെ കൊണ്ട് പോക്സോ കേസ് പറയിച്ചല്ലോ. ആട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ചേച്ചി കുറേ കാലം. അപ്പോൾ എനിക്ക് പേര് അറിയത്തില്ല. അപ്പോൾ അച്ഛൻ്റെ എന്തോ ഇത് അങ്ങനെ എല്ലാത്തിനകത്തും ഈ റിയൽ ആയിട്ടുള്ളതും ഫേക്ക് ആയിട്ടുള്ളതും എല്ലാം ഉണ്ട്. മീറ്റൂരും അതുപോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ കുറേ പേഴ്സണൽ ഫ്രണ്ട്സിനെതിരെ മീറ്റു വിളിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. അപ്പം എനിക്ക് അത് വിശ്വസിക്കാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു നമ്മൾ കുറേ അന്വേഷിക്കുമ്പം ഏതാ സത്യം ഏതാ നോണ അങ്ങനെയൊക്കെ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഫെമിനിസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെ ഭാഗത്തും നിൽക്കില്ല. ഇങ്ങനെ ഇപ്പം നമുക്ക് തോന്നുമല്ലോ ചിലപ്പോൾ ഇത് ചെറിയ ഫോൾസ് ആയിട്ടുള്ള മീറ്റു ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ രണ്ടുപേരുടെ ഭാഗത്തും നിൽക്കില്ല. സ്ത്രീകളുടെ ഭാഗത്തും നിൽക്കില്ല, പുരുഷന്മാരുടെ ആരുടെ ഭാഗത്തും നിൽക്കില്ല. ഞാൻ മിണ്ടാതിരിക്കുക. ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീകളെ ഇപ്പം ഒരു എന്താ പറയുക ചില കാര്യങ്ങൾക്കൊന്നും റൈറ്റ് ഇല്ലല്ലോ ചില ഇപ്പോൾ കാര്യങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് വേണമെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇല്ലാത്ത റൈറ്റിന് വേണ്ടി നമുക്ക് റൈറ്റ് വേണമെന്ന് പറയുന്നു. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെയാണെങ്കിൽ ഇപ്പം പുതിയ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോൾ അവരോട് പറഞ്ഞു ഷോൾ ഇട്ടുണ്ട് പിന്നെ ചുരിദാറിട്ടുണ്ട് ഒക്കെ നടക്കണം. അപ്പോൾ ഷോൾ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക
അത് സ്ത്രീകളെ എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത്? നമ്മൾ ഷോൾ നടന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം മറച്ചുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ അത് നമുക്ക് പക്ഷേ ഇഷ്ടമില്ല. സമരം ചെയ്തവരാണ് കേരളത്തിലുള്ളവർ. അത് അന്നത്തെ കാലത്ത് മറയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യും. നിങ്ങൾ ഷോൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾ ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യും. നമുക്ക് എന്താ അതാണ് അവിടെ പ്രശ്നമല്ല, അവിടെയാണ് നമ്മളുടെ റൈറ്റ്. നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മളെ പോർട്രേ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് പോർട്രേ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അന്ന് അവർക്ക് മറയ്ക്കാനായിരുന്നു ഇഷ്ടം. അവർക്ക് അതായത് മറയ്ക്കരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അവർക്ക് വേണമായിരുന്നു മറയ്ക്കാനുള്ള, അവർക്കത് വേണമായിരുന്നു, അവരുടെ ആവശ്യമായിരുന്നു. ഇന്ന് ഷോൾ അല്ല, ആരുടെ എൻജോയ്മെന്റ് അല്ല. ഷോൾ ഇപ്പം ഞാൻ കോളേജിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഷോൾ എന്നോട് പറഞ്ഞു, ബി.എഡിന് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഷോൾ ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഷോൾ ഇടാൻ പറ്റൂല. കാരണം എനിക്ക് ഷോൾ ഇടാൻ താല്പര്യമില്ല. കാരണം ഷോൾ ഇട്ടുകൊണ്ട് കോളേജിൽ പോയി, അതായത് ഈ ബസ്സിൽ നിന്നൊക്കെ വലിച്ച് ഇങ്ങനെ എനിക്ക് പോകാൻ, പിന്നെ ചൂട്, എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഷോൾ ഒരു അധിക ഭാരമായിട്ടാണ് തോന്നുന്നത്. അത് എനിക്ക് വേണ്ട. അപ്പം ഞാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്തു. എനിക്ക് ഷോൾ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോളേജിൽ ഇപ്പോഴും പറഞ്ഞു ഷോൾ വേണ്ട, എനിക്ക് ഷോൾ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് മറയ്ക്കാത്തതിന്റെ വിഷയമില്ല, അത് നമ്മുടെ ഫ്രീഡം. ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പാട്രിയാർക്കിസം എന്ന് പറയുന്നതില് അതിനെ എതിർക്കുന്നതാണോ ശരിക്കും? അല്ല, ട്രഡീഷണൽ ആയിട്ട് വരുന്ന പാട്രിയാർക്കിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ട്രഡീഷണൽ ആയിക്കോട്ടെ, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നുണ്ടോ, നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ വിലങ്ങുതടിയാവുന്നുണ്ടോ, അപ്പോൾ അതിനെ തട്ടി മാറ്റുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും. അങ്ങനെ ഒരു കേന്ദ്രീകൃത ഇതാണോ, ലോകമാണോ ഇത്? നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ ചുറ്റിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അല്ല, ബ്രേക്ക് ചെയ്യേണ്ടവർ ബ്രേക്ക് ചെയ്ത് ജീവിച്ചോട്ടെ, ബ്രേക്ക് ചെയ്യേണ്ടാത്തവർ അത് അനുസരിച്ച് ജീവിച്ചോട്ടെ. അപ്പൊ വിമർശനങ്ങൾ ഉണ്ടായിക്കോട്ടെ, സ്വീകരിക്കാൻ തയ്യാറാണ്. അതല്ലേ തെറിവിളി ഇത് ഒരുപാട് കേൾക്കുന്നേ. കുഴപ്പമില്ല, നമ്മൾ തയ്യാറാണ്. എന്തും കേൾക്കാൻ തയ്യാറാണ്. പറയാതിരിക്കുന്നത് നിങ്ങളുടെ മര്യാദ, കേൾക്കുന്നത് നമ്മുടെ മര്യാദയല്ല, നമ്മുടെ ഗതികേട്, അത്ര മാത്രമേ ഉള്ളൂ. പറയുന്നവര് പറയട്ടെ. ഇപ്പം കോളേജിലാണ് എല്ലാവരും പറയണ്ടോ, അയ്യോ ശ്രീലക്ഷ്മിനെ പറ്റി ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച, ഭയങ്കര സാധനം, ഭയങ്കര വായെടുത്ത തെറി മാത്രമേ വിളിക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. വന്നപ്പോൾ എന്ത് പാവുക. നമ്മളെ അടുത്തറിയുന്നവർ, നമുക്ക് ആരുടെ ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട, ബാഡ് സർട്ടിഫിക്കറ്റും വേണ്ട. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കുറച്ചാലും ജീവിക്കുന്നു, മരിക്കുന്നു, അത്രേ. അതിനിടയ്ക്ക് നമുക്ക് പറ്റാവുന്ന രീതി നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ജീവിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. സമൂഹത്തിൽ തെറി പറയാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് ഇരിക്കുന്ന സമയത്താണ് പരസ്യമായി ആളുകളെ തെറി പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ രംഗത്ത് വരുന്നത്. പരസ്യമായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇങ്ങോട്ട് തെറി പറയാതെ അങ്ങോട്ട് തെറി പറയോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ സൈബർ സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുന്ന എനിക്ക് എല്ലാവരും വിചാരം ഇത് ഞാൻ അങ്ങോട്ട് വെറുതെ ചുമ്മാ തെറി പറയുന്നതാണ്. അതിൻ്റെ അടിയിലെ കമൻറ്റൊക്കെ കട്ടാക്കിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നത്. ലൈവ് ഇട്ടപ്പോൾ അത് വേറെ FFC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഇപ്പോഴും ആ പ്രശ്നം നടക്കുന്നുണ്ട്. 2019 മഹാത്മാ അയ്യങ്കാളിക്ക് എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് കുറേ പോസ്റ്റ് ഇടുകയും അതിനെതിരെ ഞാൻ കേസ് കൊടുക്കുകയും അതിനെതിരെ വീഡിയോ ചെയ്യുകയും, ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുകയും FFC എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഭയങ്കര അതായത് ഒത്തിരി ആൾക്കാരുള്ള ഗ്രൂപ്പാണ്. അതിന് മൊത്തം ഫേക്കായിട്ടിട്ട് ഗ്രൂപ്പ്. അതിനെതിരെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ഇതിനകത്ത് ഈ തെറി മൊത്തം വിളിച്ചത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ നമ്മളെ തെറി വിളിക്കുമ്പോൾ നമ്മൾ എന്തിനും ഉണ്ടായിരിക്കണം എന്ന് വെച്ചിട്ടാണ് തിരിച്ച് തെറി വിളിക്കുന്നത്. പക്ഷേ ഇത് ഇവന്മാർ തന്നെ കൊണ്ടുപോയി കട്ട് ചെയ്ത് FFC എന്ന് പറയുന്ന ചാനലിലാണ് കൊണ്ടുപോയി ഇട്ടേക്കുന്നത്, യൂട്യൂബിൽ. ആ ചാനലിൽ കൊണ്ടുപോയിട്ട് അതിനിടയിൽ തെറിയെല്ലാം കമൻറ്റെല്ലാം കട്ട് ചെയ്ത് ഞാൻ മാത്രം ഇരുന്നിങ്ങനെ തെറി വിളിക്കുന്ന പോലെ. അങ്ങനെ അതിനകത്ത് എന്നാൽ കമൻറ്റൊന്നും അതിനകത്ത് അവർ കാണിക്കുന്നില്ലോ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന് തെറി വിളിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. ഞാൻ വെറുതെ ഇരുന്ന് തെറി വിളിക്കുന്നതല്ലോ, നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ നമ്മളെന്ത് മിണ്ടാതിരിക്കണം. പക്ഷെ ഞാനിപ്പോൾ എന്നിട്ട് എനിക്കെതിരെ കേസ് വന്നായിരുന്നു, മറ്റേ പരസ്യമായിട്ട് അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ ചാനലല്ല, FFC എന്ന് പറഞ്ഞൊരു ചാനൽ, എനിക്ക് അറിയത്തില്ല ഇതാരാ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ മെയിലൊക്കെ അയച്ച് FIR-ന്റെ കോപ്പിയൊക്കെ വെച്ച് മെയിൽ അയച്ച് ഞാൻ 8 വീഡിയോ പൊട്ടിച്ചു. അത് ഭയങ്കര മില്യൺസ് വ്യൂസ് ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് പിന്നെ തെറി കേൾക്കുന്നില്ല, ഒരു പെൺകുട്ടി ഇരുന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാനിപ്പം പല സ്ഥലത്തും പോകുമ്പോഴും കുറെ ആൾക്കാരൊക്കെ എടോ ഇത് മറ്റേ ചേച്ചി അല്ലോട്ടോ തെറി പറയുന്ന ചേച്ചി, അങ്ങനെയാണ് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ അതുകൊണ്ട് എനിക്ക് കുറെ എനിക്ക് അങ്ങനെ ഇമേജ് ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഇമേജ് മാറ്റാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇമേജ് അവിടെ കിടക്കും. തെറി പറയുന്ന പെൺകുട്ടി അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ തെറി പറയുന്നതാണ്, ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തെറി പറയണ്ടേ?
പക്ഷേ ഇപ്പൊ എനിക്കിത് മറ്റേ കേസ് വന്നിട്ട് പബ്ലിക്കിൽ അശ്ലീലം പറയുന്നത് അങ്ങനെ കേസ് വന്നപ്പോൾ ഞാൻ അവരോട് പോലീസുകാരോട് പോയി പറഞ്ഞു, എൻ്റെ അല്ല, നിങ്ങളിത് കണ്ടുപിടിച്ചിരണം, ഇത് ആരാ എടുക്കുന്നത്, ഇത് ആരാ ഈ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പിന്നെ എനിക്ക് അത്ര കാലം അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പബ്ലിക്കിൽ അശ്ലീലം പറയുന്നത് ഇങ്ങനെ ഒഫൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നിയമത്തെ പറ്റി കുറേ ബോധമില്ല, അത് നമുക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായോ ഇങ്ങനെ പബ്ലിക്കിൽ തെറി പറയുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ ഞാനിപ്പോൾ മാക്സിമം ആരെന്തൊക്കെ വൃത്തിയായിട്ട് കമൻറ്റ് ഇട്ടാലും തിരിച്ച് തെറി അങ്ങനെ പറയാറോ കമൻറ്റ് ചെയ്യാറോ വളരെ കുറവാണ്. ഇനി സൈകട്ട മാത്രം ചെറിയൊക്കെ പറയും. ശരിക്കും ഈ നിയമത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അവബോധം സ്ത്രീകൾക്കിടയിൽ കൊടുക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ വിമോചനം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. കാര്യം ഇത് തൊഴിലിടങ്ങളാണെങ്കിലും കുടുംബമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ പഠിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻപുണ്ടായിട്ടുണ്ട്, ശരി തന്നെ. എന്നിട്ട് പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായ ഒരു അവബോധം ഈ സ്ത്രീകൾക്കില്ല, പൊതുവിലില്ല. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കും ഇല്ല. അല്ല, സ്ത്രീ ശാക്തീകരണത്തിന് കുറച്ചുകൂടെ പിൻബലം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നിയമത്തെ കുറിച്ചുള്ള അവബോധമാണെന്ന് എനിക്ക് തോന്നുന്നു, കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും. ആ രീതിയിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമായിരിക്കും. കാരണം ഞാൻ ഒരു ഡോക്യുമെന്ററി അങ്ങനെ കണ്ടുണ്ട് IDSFKയിൽ, വേറെ ഏതോ നാട്ടിൽ, ഇവിടെയല്ല, നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ സ്റ്റേറ്റിൽ നിയമത്തെ പറ്റി സ്ത്രീകൾക്ക് അവബോധം കൊടുക്കുന്ന ഒരു സംഘടന. സാധാരണക്കാർ അവിടുത്തെ ഏതൊക്കെ കുറെ ആൾക്കാരുമായിട്ട് സാധാരണക്കാരിലൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തന്നെ നിയമത്തെ പറ്റി അവബോധം ഇല്ല. അപ്പൊ അങ്ങനെ നിയമത്തെ പറ്റി അവബോധം ഉണ്ട്. ഇപ്പം അഡ്വക്കേറ്റ് പ്രൊഫഷനിലുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ചേർന്ന് അങ്ങനെ ഒരു സംഘടന ഉണ്ട്. ഡിവോഴ്സ് മോശമൊന്നുമല്ലല്ലോ. ഡിവോഴ്സ് അത് തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ അവിടെ ഒരു വീട്ടിനകത്ത് പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി ജീവിക്കുന്നത് എന്തിനാ? തമ്മിൽ ഒത്തുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഡിവോഴ്സ് ആവണം. ഡിവോഴ്സ് മോശം കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നേ ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് കൊച്ചുണ്ടായി ഒരു ലൈഫ് സെറ്റ് ചെയ്യും, അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ല. അപ്പം വേറൊരു അഫെയർ സെറ്റ് ആവും, അല്ലെങ്കിൽ ഇത് പറ്റുന്നില്ല. ഇപ്പോൾ ലേന അവർ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കുറച്ച് ഒരു പ്രശ്നമില്ലായിരുന്നു, അവൾക്ക് കുറച്ചുകൂടെ സ്പിരിച്വൽ പാത്ത് വേണം. അവർക്ക് ആ ദാമ്പത്യ ജീവിത താല്പര്യമില്ല, സ്പിരിച്വൽ പാത്ത് വേണം. അവരെ അത് സെപ്പറേറ്റ് ആയി. ഓരോ ആൾക്കാർക്കും എപ്പോഴും നമ്മൾ ഒരുപോലെയല്ലോ ഇരിക്കുന്നത്. നമ്മൾ വയസ്സാകും തോറും നമുക്ക് ഇപ്പം ഞാൻ 24 വയസ്സിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പം പറയുന്നത്. നമ്മൾ വയസ്സാകുന്നതിനനുസരിച്ച് നമ്മുടെ വായന ലോകവിവരം അനുസരിച്ച് നമ്മളുടെയും ചിന്താമണ്ഡലം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പം ആദ്യം ആ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള സംഭവമായിരിക്കില്ല കല്യാണം കുറേ അങ്ങ് കഴിഞ്ഞ ശേഷം വേണ്ടത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സ് ഒന്നും വലിയ അത് ക്രൈം പോലൊന്നും കാണേണ്ട ആവശ്യമില്ല. ക്രൈം എന്നല്ല ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ അവർക്ക് പോലും നിയമപരമായി വേണ്ട ഒരു അവബോധം കിട്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. നിയമ പണ്ഡിതർക്കിടയിൽ പോലും ആരും നിയമപരമായി സ്ത്രീകൾക്കിടയിൽ അവബോധം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണ്. അതിന് നല്ല സംഘടനയൊക്കെ ഉണ്ടായി വരുവാണെങ്കിൽ നല്ലതാണ്. അല്ല, ഈ വനിതാ കമ്മീഷൻ അവർക്കൊക്കെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാം. യുവജനക്ഷേമ വകുപ്പുണ്ട്, അവർക്ക് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാം സ്ത്രീകൾക്ക് വേണ്ടി. ഗവൺമെൻറ് തന്നെ പ്രോജക്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഗവൺമെൻറ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിൽ നിയമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഉൾപ്പെടുത്താം. കഥകളിലൂടെയും ഇപ്പം എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇന്ന ക്ലോസ് ഇന്ന സെക്ഷൻ ഇങ്ങനെ പറയാതെ ഒരു കഥയിലൂടെ അത് പറയുമോ, അങ്ങനെയൊക്കെ അത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി അത് എല്ലാ കാര്യത്തെ പറ്റി അവബോധം ഉണ്ടാകുന്ന വളരെ നല്ല കാര്യമാണ്. ഇനി മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചോദിക്കണം, വിവാഹം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിവാഹം വേണ്ടവർ കഴിക്കുക, വേണ്ടാത്തവർ കഴിക്കണ്ട. വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ കഴിക്കട്ടെ. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന മറ്റു കാര്യം കൂടി ഇപ്പോൾ സമീപകാലത്തായിട്ട് ലിവിങ് ടുഗദർ ഒരുപാട് ഇതായിട്ട് അതിനെ കുറിച്ചോ? ലിവിങ് ടുഗദർ വിവാഹമൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതിനകത്ത് ഫാമിലിയുടെ വലിയൊരു രീതിയിലുള്ള ഒരു ഇൻ്റലിജൻസ് ലിവിങ് ടുഗദറിൽ ഉണ്ടാവുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ അവരുടെ ഫാമിലി ഇൻ്റലിജ് ആവുന്നില്ല. അതിനുശേഷം പിന്നെ ഫാമിലിയുമൊക്കെ ഇൻ്റലിജ് ആയി പോകുന്നൊക്കെയാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. ഏകദേശം വിവാഹവും ലിവിങ് ടുഗദറും ഒക്കെ ഏകദേശം ഒരു സെയിം പോലെ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ വിവാഹത്തിലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട്, ഇതിനകത്ത് അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല എന്നാണ്. അത് രണ്ടുമേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ വേറെ വലിയ ലിവിങ് ടുഗദറുള്ള ഫാമിലിയിലും പാട്രിയാർക്കി ഉണ്ട്, എല്ലായിടത്തും പാട്രിയാർക്കി ഉണ്ട്.
ഉണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ ലിവിങ് ടുഗറിൽ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. പിന്നെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ലിവിങ് ടുഗറിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ചില ആൾക്കാർക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കാണത്തില്ലേ, അവിടെ പോകണം ഇവിടെ പോകണം കോടതി പോകണം, ഒരാൾ കൊടുക്കൂല മറ്റേ ആൾ കൊടുക്കും, അങ്ങനെ മ്യൂച്വലാണ് പിന്നെ കുഴപ്പം. മ്യൂച്വലായിട്ട് തന്നെ ചില ആൾക്കാർക്ക് കുറേ സമയം എടുക്കും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൾക്ക് ഡിവോഴ്സ് വേണം. പിന്നെ അവൾ വേറൊരാളുമായിട്ട് അഫെയർ ഉണ്ട്. അയാളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇവക്കാണ് ഡിവോഴ്സ് ആയിട്ട് വേണം കല്യാണം കഴിക്കാൻ, ഡിവോഴ്സ് ആവാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവൾ ഡിവോഴ്സിന് കൊടുത്തിട്ട് ഇവളുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഡിവോഴ്സ് വേണ്ട ആൾക്കാർക്ക് ഡിവോഴ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടാൽ. ലിവിങ് ടുഗദറിലാണേ അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് തോന്നുന്നു, പെട്ടെന്ന് സെപ്പറേറ്റ് ആവാൻ ഈസിയാന്ന് തോന്നുന്നു. അതാ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ 2 ഓപ്ഷൻസ് ഇപ്പം ശ്രീലക്ഷ്മിയുടെ മുന്നിലുണ്ട്, എനിക്ക് രണ്ടിനോടും താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടിനോടും താല്പര്യം. ഞാൻ പണ്ടൊക്കെ വിചാരിച്ച ലിവിങ് ടുഗദറൊക്കെ അടിപൊളിയാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ലിവിങ് ടുഗദറൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഇത് സെയിം തന്നെ, കല്യാണം പോലെ തന്നെ ഒരു പരിപാടി. പിന്നെ എനിക്ക് ഒരു പാർട്ട്ണറുണ്ട്. അപ്പം എനിക്ക് പുള്ളീനെ കുറേ സമയമൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അതായത് കുറച്ച് സമയമാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു 10 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരുമിച്ചൊന്നും എനിക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ സ്പേസ് വേണം. എല്ലാവർക്കും അവനവൻ്റെ സ്പേസ് വേണം. ഇപ്പോൾ നമ്മളിരുന്ന് പഠിക്കുന്ന ഒരു സമയത്തായിരിക്കും വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരിക. അങ്ങനെ ഒരു മ്യൂച്വലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലിവിങ് ടുഗദർ ആണെങ്കിലും മാരേജ് ആണെങ്കിലും എല്ലാം. അപ്പോൾ എനിക്ക് ഈ ലിവിങ് ടുഗദറും താല്പര്യമില്ല, കല്യാണവും താല്പര്യമില്ല. എനിക്ക് ഒരു പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ട്. പക്ഷെ അതിപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്രിയാർക്കി ഹറാസിങ് ഒന്നുമല്ല. നമ്മുടെ സമയം നമുക്ക് ഇഷ്ടമുള്ള സമയം ചിലപ്പോൾ വേറൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴേ കുറേ സമയം എപ്പോഴും അത് വേണ്ടവർ എടുത്തോട്ടെ, കല്യാണം കഴിക്കേണ്ടവർ കല്യാണം കഴിക്കുക, അത് നിർബന്ധം അല്ല. സാമൂഹ്യ വ്യവസ്ഥയിൽ വേണമായിരിക്കും, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വേണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അനുസരിച്ചാൽ. എനിക്ക് ഒരു പ്രതിബദ്ധതയില്ല, എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ സോഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ ലിമിറ്റ് ഞാൻ കല്യാണം കഴിച്ചോണ്ട് സമൂഹത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നേ? അല്ല, നമ്മൾ സമൂഹത്തെ മാനിക്കണ്ടേ? ഇല്ല, ഞാൻ മാനിക്കൂല. നിങ്ങൾ വേണം മാനിച്ചോ. ഞാൻ മാനിക്കുന്നുണ്ട്. നിങ്ങൾ മാനിച്ചോ, എനിക്ക് മാനിക്കാൻ വയ്യ. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തെ മാനിച്ചു ഞാൻ എന്തിനു മാനിക്കണം? കല്യാണം കഴിക്കണം ബാക്കിയുള്ള പറയുമ്പോൾ ഞാൻ എന്തിനു മാനിക്കണം? അങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ നമ്മുടെ കേരളത്തിന്റെ ലൈഫിലുണ്ട്. കുറെ പെൺപിള്ളേർക്കുണ്ട്. ഈ ഇടയ്ക്ക് എന്തൊരു മറ്റേ സർവേ ഒക്കെ വന്നില്ലായിരുന്നോ, മറ്റേ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ കുറെ പേരോട് ചോദിച്ചായിരുന്നു, ഒരു സർവേ പോലെ, നിങ്ങൾ ആർക്കൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ കുറേ ഇതുപോലെ വന്നു, അവർക്ക് പേഴ്സണൽ സ്പേസ് വേണം, പിന്നെ എന്തൊക്കെയോ വന്നായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വന്നായിരുന്നു. ഒരുപാട് എക്കണോമിക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല ഇതുവരെ, എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഞാൻ അത് ഇൻഡിപെൻഡൻ്റ് ആയില്ല. പിന്നെ അവർക്ക് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവാൻ പറ്റത്തില്ല, കല്യാണം കഴിച്ചാൽ സെറ്റിൽ ആവാൻ പറ്റില്ല. കുറേ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണം, അപ്പോൾ അതുപോലത്തെ പാർട്ട്ണർ കിട്ടുമെന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്? എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് പാർട്ട്നേഴ്സ് ലവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്കൊന്നും കല്യാണം കഴിക്കണ്ട, അവർക്ക് സെറ്റിൽ ആവേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതി. പിന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ പോയി സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവണം. എനിക്ക് കുറേ ഗോൾസ് ഉണ്ട്. ഒരു PhD ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെ കുറേ ഗോൾസ് ഉണ്ട്. ഇപ്പോൾ PhD തീരാറായി, ഇനി അത് കഴിഞ്ഞ് PDF പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എടുക്കണം, അവിടെ വേറെ എന്തൊക്കെയോ ചെയ്യണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഡ്രീമാണ്. അതുപോലെ അതായത് ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് സ്വന്തമായി തന്റെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതെ, അത് എഡ്യൂക്കേഷൻ കിട്ടിയതിന്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഡിഗ്രി ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ +2 തോറ്റ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, അവർ ചിലപ്പം ഒരു ഫാഷൻ ഡിസൈനിങ്ങിന് പോവുമോ അല്ലെങ്കിൽ ഒരു മേക്കപ്പിന്റെ കോഴ്സിന് പോവുമോ ഒക്കെ ചെയ്യുകയാണെങ്കിലും അവരുടെ കയ്യിൽ ഈ സ്വന്തമായിട്ട് ഇൻകം, ആ ഒരു ബാക്കിയുള്ളവരുമായി ഇടപെട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഞാൻ വെറും സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സ്കില്ല് നേടുക, ബാക്കിയുള്ളവരുമായിട്ട് അറിവുണ്ടാകുമ്പോൾ അവർക്ക് തോന്നും, ഓ ഇങ്ങനെയും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മളെന്തിനാ ഈ സമൂഹം പറയുന്ന അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതിനനുസരിച്ച് മാത്രം ജീവിക്കണം, നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെയുള്ള പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് വിവരമുണ്ട്, അത് വിവരം കുറച്ചുകൂടി ഓൾറെഡി സ്പ്രെഡ് ആവാൻ വേണ്ടിയുള്ളൊരു സാമൂഹ്യ സാഹചര്യം
സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വളരെ വലുതാണ്. കാരണം എല്ലാ ലോകത്തെ മൊത്തം കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഈ സദാചാര ബോധ്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ശ്രീലക്ഷ്മി ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞല്ലോ നമ്മള് എല്ലാ പെൺകുട്ടികൾക്കും പാർട്ട്നേഴ്സ് ഉണ്ട്. ഈ നമ്മുടെ സദാചാരം എല്ലാ പെൺകുട്ടികളും അല്ല, കുറെ പേർക്കൊക്കെ ഓൾമോസ്റ്റ് ഈ പറയുന്ന ശ്രീലക്ഷ്മി നടത്തിയിട്ടുള്ള ഒരുപാട് സർവേയിൽ നിന്നും ശ്രീലക്ഷ്മി എത്തിയ ചില കൺക്ലൂഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സദാചാര ബോധം വ്യക്തിനിഷ്ഠമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അയാളുടെ സദാചാരബോധം വ്യക്തിനിഷ്ഠമാണോന്നോ? സദാചാരബോധം എന്ന് പറഞ്ഞൂടെ, അയാളുടെ മൂല്യങ്ങൾ വ്യക്തിനിഷ്ഠമാണ്. സദാചാര മൂല്യങ്ങൾ എന്നോട് ചേർക്കണം. സദാചാര മൂല്യം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളൊന്നാണ്. അല്ല, ഇപ്പോൾ ഒരാളിപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് അവരുടെ മൂല്യങ്ങളാണ്. അവർ വേറൊരാളെ പോയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സദാചാരവും. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ഇവിടെ അങ്ങനെ സദാചാര മൂല്യങ്ങളുള്ള വ്യക്തികളും ഉണ്ട്, മൂല്യങ്ങളുള്ള വ്യക്തികളും ഉണ്ട് സമൂഹത്തിൽ. രണ്ടും വേറെ വേറെയാണ്. മൂല്യങ്ങൾ വേറെ, സദാചാര മൂല്യങ്ങൾ വേറെ. സദാചാരം എന്ന് പറഞ്ഞാൽ വേറെ. പിന്നെ എന്തുകൊണ്ട് കിസ് ഓഫ് ലൈവിന് ഒരു ഇത് വന്നു? കിസ് ഓഫ് ലവിൽ അത് സദാചാര മൂല്യമുള്ള, അവിടെ സദാചാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു സമൂഹം ആകുമ്പോഴും എല്ലാം ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു സമൂഹം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ വ്യത്യസ്തകളുണ്ടാവും, വൈവിധ്യങ്ങളുണ്ടാവും. ഇപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചു. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്ന് പറഞ്ഞാൽ അവൾ അത്രയധികം ആഗ്രഹിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടി. കാരണം അവളുടെ വീട്ടിൽ ആരെ പ്രേമിക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അതുപോലെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അപ്പം എനിക്ക് വേണം അവളോട് പോയി പറഞ്ഞു, നീ എന്തിന് കല്യാണം കഴിക്കുന്നത്, കല്യാണമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ബോറാണ്, നീ വെറുതെ ആണുങ്ങൾ ഇതിനകത്തൊന്നും പോയി കയറരുത്. അങ്ങനെ ഞാൻ പറയൂലേ. കാരണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടം. ഒരു സമൂഹത്തിൽ വൈവിധ്യങ്ങളുണ്ടാവും. ആ വൈവിധ്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പല രീതിയിലുള്ള വൈവിധ്യങ്ങളുണ്ടാവും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പക്ഷെ അതിനകത്ത് ഇപ്പം അവളെ തന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെന്ന് വിചാരിച്ചു, കല്യാണത്തിന് ശേഷം അല്ല കല്യാണത്തിന് മുമ്പൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം നമ്മളോട് പറയും, ഇത് കുറച്ച് പ്രശ്നമാണ്, ഇത് നീ ഒന്ന് സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കും. അത് വേറെ റൈറ്റ് മാറ്റുന്ന, അവളുടെ ഇഷ്ടപ്രകാരം അവൾ ആഗ്രഹിക്കുന്നതും അവളുടെ ഇഷ്ടത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്രശ്നം വരുന്നതും തമ്മിൽ വേറെ വേറെ കാര്യങ്ങളാണല്ലോ. അത് കിസ് ചെയ്തുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. പരസ്യപ്പെടുത്തി എന്തോ പ്രശ്നം എന്തുവാ? സമര രീതികൾ പല വിധത്തിലുണ്ട്. ഇപ്പം ഞാൻ ആർത്തവത്തിൻ്റെ രക്തം എക്സിബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമര രീതിയായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അത് അന്ധവിശ്വാസത്തിൻ്റെ കാര്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാതെ ആൾക്കാർ, ഇപ്പം നിങ്ങൾ ഒരു ഏലസ് എവിടെയെങ്കിലും പൂജിച്ച് ഇത് മാറ്റാന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ പുറകെ പോകില്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മിഡിൽ ഫിംഗർ, നിങ്ങളെ ഒന്നും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു മീനിങ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട്. ഞാൻ പൈസയ്ക്ക് വേണ്ടിയേ പോകുള്ളൂ, പൈസയ്ക്ക് വേണ്ടി മാത്രം.